ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിത്തു അരവിന്ദിനോട് പറഞ്ഞ വാക്കുകൾ അരവിന്ദിന് നന്നായിട്ട് തന്നെ വേദനിക്കുകയാണ്. അങ്ങനെ അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ആരാണെന്ന് പോലും അറിയാത്ത അവൻ പോലും എന്നെ കളിയാക്കുന്നു. ഭാര്യയുടെ അടിമ, ഡ്രൈവർ, പെൺകോന്തൻ, അങ്ങനെ എന്തെല്ലാം പേരാണ് അവരൊക്കെ എന്നെ വിളിക്കുന്നത്. അതെല്ലാം എനിക്ക് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം. ഞാൻ മേഡത്തിന്റെ അടിമയല്ല, ഞാൻ മേഡത്തിന്റെ ഭർത്താവാണെന്നുള്ളത് ഇന്നത്തെ രാത്രി കൊണ്ട് ഞാൻ തെളിയിക്കും. ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ച ശേഷമാണ് അരവിന്ദ് ശ്രേയം കൊണ്ട് റൂമിലേക്ക് പോകുന്നത്. സമയം റൂമിലെത്തിയ ശേഷം ജിത്തുവിനെ നന്നായിട്ട് തന്നെ വഴക്ക് പറയുകയാണ്. എന്തിനാണ് അവരുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇത് തന്നെയാണ് ജിത്തുവിൻ്റെ പ്രശ്നം. ജിത്തു ഇങ്ങനെ എടുത്തു ചാടുന്നത് കൊണ്ടാണ് ജിത്തുവിനോട് ഞാൻ പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കണോ എന്നുള്ളതിനുള്ള അവസാന ചാൻസ് ആണ് ഇത്. അതുകൂടി ജിത്തു നശിപ്പിക്കരുത്. ഇത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഡോക്ടർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ജിത്തു ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ ജിത്തുവിനോട് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ആവടി പറയുകയാണ്, പപ്പ എന്തിനാണ് വെറുതെ മറ്റുള്ളവരോട് വഴക്കിടുന്നത്? അപ്പോൾ ജിത്തു ചോദിക്കാൻ, നിന്റെ അമ്മ എന്താ ഇങ്ങനെ? അത് പിന്നെ പപ്പ എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നത് കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഇനി മുതൽ പപ്പയും അമ്മയും കൂടി ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കണം, അതാണ് ഈ ആവണി മോൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ജിത്തുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ശ്രേയും അരവിന്ദും റൂമിലെത്തിയ ശേഷം ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, റെസ്റ്റോറൻറ്റിൽ വെച്ച് വഴക്കുണ്ടാക്കിയത് കൊണ്ട് അരവിന്ദ് എന്തായാലും മൂഡ് ഔട്ടാണ്. അപ്പോൾ ഇത് വെച്ച് ഇന്ന് രാത്രി പിടിച്ചു നിൽക്കാം എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത്. അപ്പോൾ അരവിന്ദ് റൂമിലെത്തിയ ശേഷം അത്ഭുതത്തോടു കൂടി റൂമിലേക്ക് നോക്കുന്ന സമയത്ത് മണിയറ ഒരുക്കിയതുപോലെ നന്നായിട്ട് തന്നെ റൂമൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അരവിന്ദ് തന്നെ അങ്ങ് അതിശയിച്ചു പോവുകയാണ്. ആരും ആകാശമാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് എന്ന് അവർ അറിയുന്നില്ല. അപ്പോൾ ശ്രേയയുടെ മനസ്സിലാണെങ്കിലോ ദേഷ്യത്തിലാണ് കേട്ടോ അരവിന്ദിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും അവൻ്റെ മനസ്സിൽ മധുവിധ് ആഘോഷിക്കാനുള്ള തിടുക്കമാണ് എന്നൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അപ്പോൾ ശ്രേയയ്ക്കും അറിയുന്നില്ല ചാരുവും ആകാശമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ അരവിന്ദാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നത്, ഇത് എനിക്ക് സർപ്രൈസ് ആയിട്ട് ശ്രേയ മേഡം ഒരുക്കിയതാണ് എന്നാണ് അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നിട്ട് അരവിന്ദ് ശ്രേയയോട് പറയണേ, കൊള്ളാലോ, നന്നായിട്ടുണ്ട് ഈ ഡെക്കറേറ്റ് ചെയ്തത്, മണിയറ സൂപ്പർ ആയിട്ടുണ്ട്, ഇത് ആര് ചെയ്തതാണാവോ എന്ന് ചോദിച്ചതോടുകൂടി ശ്രേയ ദേഷ്യത്തിൽ പറയാണ്, അരവിന്ദ് എന്താ അഭിനയിക്കുകയാണോ? നിങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അഭിനയിക്കുകയാണോ? എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്നോട് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അരവിന്ദ് ഞെട്ടലോട് കൂടി ചോദിക്കുകയാണ്, എന്ത്, ഞാനോ? അയ്യോ മേഡം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും ഇത് ചെയ്യിപ്പിച്ചിട്ടില്ല, ഞാൻ ഇത്രയും നേരം മേഡത്തിനോടൊപ്പം ആയിരുന്നില്ലേ, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യിക്കാനാണ്? അത് പിന്നെ ഞാൻ അരവിന്ദ് ചെയ്തു എന്നല്ല പറഞ്ഞത്, മറ്റുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല മേഡം, ഞാനൊന്നുമല്ല ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ആര് ചെയ്താൽ എന്താ, സൂപ്പർ ആയിട്ടുണ്ട്, ഇന്ന് എന്തായാലും ഞാൻ തകർക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അരവിന്ദ് നിൽക്കുന്നത്. അപ്പോൾ ശ്രേയ നേരെ അവിടുത്തെ സ്റ്റാഫിനെ വിളിക്കുകയാണ്. ആരാണ് ഈ റൂം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ആകാശ് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞതോടുകൂടി ശ്രേയയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോൾ അരവിന്ദിനോട് ആകാശും ശ്രേയയും പറഞ്ഞത് സത്യം തന്നെയാണ്, എന്നെയും അരവിന്ദിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് അവരിവിടേക്ക് വന്നത് എന്ന്. പക്ഷേ നിങ്ങൾ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല, ഈ ശ്രേയ എവിടെ വരെ ചിന്തിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾ തമ്മിലുള്ള ഹണിമൂൺ ആഘോഷിച്ചത് തന്നെ നിങ്ങളത് കാത്തിരുന്ന് കണ്ടോ, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. എൻ്റെയും അരവിന്ദിൻ്റെയും ഹണിമൂൺ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഫോൺ വെച്ച ശേഷം ശ്രേയ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അരവിന്ദ് ചോദിക്കണം, അല്ല മേഡം എന്താണ് എന്ന് ചോദിക്കും. അല്ല, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് ഇവിടുത്തെ മാനേജ്മെൻ്റ് ആണ്, കപ്പിൾസിന് വേണ്ടി അവരൊരുക്കിയതാണ്. അത് കേട്ടപ്പോൾ അരവിന്ദ് പറയണം, അടിപൊളിയായിട്ടുണ്ട് മേഡം, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് ശ്രേയയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലാണ് കേട്ടോ. അതോടുകൂടി ശ്രേയയുടെ ക്ഷമ നശിക്കുകയാണ്. അപ്പോൾ ശ്രേയ പറയണേ, അരവിന്ദ് എന്തായാലും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ മേഡം, ഞാനിതാ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശ്രേയ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് സ്റ്റൊമക്ക് പെയിനിന് തന്നിരുന്ന ആ മരുന്നില്ലേ, അത് പെയിൻ ഇല്ലാതെ കഴിച്ചത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനത് അറിയാതെ കഴിച്ചു പോയി. അയ്യോ മേഡം, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ, അങ്ങനെ കഴിച്ചാൽ പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവില്ലേ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ഉടനെ ശ്രേയക്കത് ആശ്വാസമാണ്. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ശ്രേയ പെട്ടെന്ന് തന്നെ ഒരു ചൂട് പാല് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ. ശ്രേയ പാല് കിട്ടിയ ശേഷം അതിലേക്ക് ഡോക്ടർ തന്ന ആ ഗുളിക പൊടിച്ചിടുകയാണ്. സമയം ആകാശും ചാരുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആകാശ് ചാരുവിനോട് രണ്ട് വിരലിൽ ഏതെങ്കിലും ഒരു വിരൽ തൊട്ടേ എന്ന് പറയുമ്പോൾ, എന്തിനാണാവോ
നടക്കുമാവോ, അല്ല അവരുടെ ആദ്യ രാത്രി നടക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇത്രയും കാശൊക്കെ ചെലവാക്കിയതല്ലേ. അപ്പോൾ ചാരു പറയണ ഉറപ്പായും അവരുടെ ആദ്യ രാത്രി ഇന്ന് നടക്കും. കാരണം അരവിന്ദേട്ടൻ അത്രയ്ക്ക് വാശിയിലാണ്. അതുകൊണ്ട് ശ്രേയയുടെ ഒരു തട്ടിപ്പും ഉടായിപ്പും ഇവിടെ നടക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ആകാശ് പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞതോടുകൂടി അരുവിന് കാര്യം പിടികിട്ടുകയാണ്. അപ്പോൾ ചാരു ഒന്ന് പോ അക്കുചേട്ടാ എന്ന് പറയുമ്പോൾ നീ ഒന്നിങ്ങ് വന്നേ അക്കുത്തി എന്ന് പറഞ്ഞതോടുകൂടി ചാരു ഒരു നാണത്തോടു കൂടി ബാത്റൂമിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ആകാശ് സ്വയം പറയുകയാണ് വീട്ടിലാണെങ്കിലും അതും ഇത് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ വന്നിട്ടും നടക്കുന്നില്ല, എനിക്ക് എന്നാണാവോ ഈ തടസ്സങ്ങളൊക്കെ മാറുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ആകാശ് റൂമിൽ കിടക്കുന്നത്. ഈ സമയം അരവിന്ദ് കുളി കഴിഞ്ഞ് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ് അവൻ്റെ മനസ്സിൽ ഇന്ന് എന്തൊക്കെ നടക്കുമെന്നാണ്, പക്ഷെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിക്കാണ്ടോ. എന്നിട്ട് ശ്രേയ എന്താ ഇത്ര വൈകിയത് അരവിന്ദ് എന്ന് ചോദിക്കുക. അത് പിന്നെ മേഡം ഞാൻ നന്നായി തേച്ചൊരച്ച് കുളിക്കുകയായിരുന്നു മേഡം, സോറി എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ശ്രേയ പറയണേ ഒരു നാണത്തോടു കൂടി ശ്രേയ പറയണേ ഞാൻ അരവിന്ദിന് വേണ്ടി ചൂട് പാലൊക്കെ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട്, അത് കുടിച്ചോളൂ, ഞാൻ അപ്പോഴത്തേക്കും ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രേയ ബാത്റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് അരവിന്ദ് ശ്രേയ മേഡം ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു, എന്തായാലും ഇന്നത്തെ രാത്രി അത് ജീവിതത്തിൽ എന്നെന്നും ഓർക്കാനുള്ള ദിവസമാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് ശ്രേയ ഒരുക്കി വെച്ച ആ പാലെടുത്ത് കുടിക്കുകയാണ് അരവിന്ദ്. പാല് പകുതിയോളം കുടിച്ച ശേഷം ബാക്കി ശ്രേയ മേഡത്തിന് കൊടുക്കണം, ഇനി മുതൽ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തുല്യ പങ്കായിട്ട് ജീവിക്കേണ്ടതല്ലേ, അതുകൊണ്ട് മേഡത്തിന് ഇരിക്കട്ടെ ഈ ബാക്കി പാല് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാൽ അവിടെ വെക്കുന്നത്. അപ്പോഴത്തേക്കും ശ്രേയ കുളി കഴിഞ്ഞ് സാരിയൊക്കെ എടുത്തുകൊണ്ട് നാണത്തോടു കൂടി അരവിന്ദൻ്റെ അടുത്തേക്ക് വരാട്ടോ. അപ്പോൾ അരവിന്ദിന് ശ്രേയ സാരി എടുത്തുകൊണ്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് കണ്ണിറയെ നോക്കുകയാണ്. എന്നിട്ട് പറയണ മേഡം ഇപ്പോൾ സുന്ദരിയായും അല്ലെങ്കിലും മേഡം നല്ല സുന്ദരിയാണ്, ഞാൻ മേഡം വെച്ചിരിക്കുന്ന ആ പാല് മുഴുവനും കുടിച്ചേനെ, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ട് പകുതി പാല് ഞാൻ മേഡത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്ന് ശ്രേയ അരവിന്ദൻ്റെ അടുത്ത് നമ്പർ അടക്കുകയാണ്. എന്താ അരവിന്ദ്, അരവിന്ദിനെ അറിയില്ലേ പാല് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം? അയ്യോ മേഡം ഞാനത് മറന്നുപോയി, എങ്കിൽ മേഡത്തിന് വേണ്ടി ഞാൻ തന്നെ ആ പാല് മുഴുവനും കുടിച്ചോളാം എന്ന് പറഞ്ഞ് പാലെടുത്തുകൊണ്ട് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് പറയുകയാണ് ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, അതുകൊണ്ട് മേഡം കുറച്ച് പാല് കുടിക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അതോടുകൂടി ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇനിയിപ്പോൾ ഞാനും ഇത് പാല് കുടിക്കേണ്ടി വരുമോ എന്നുള്ള ഭാവത്തിൽ ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീഴുമോ എന്നുള്ള പേടിയോടുകൂടിയാണ് ശ്രേയ നിൽക്കുന്നത്. അങ്ങനെ ശ്രേയ വീണ്ടും പറയുകയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞതോടുകൂടി അരവിന്ദ് എങ്കിൽ മേഡത്തിന് വേണ്ടി ഞാനിത് മുഴുവനും കുടിച്ചു എന്ന് പറഞ്ഞ് ആ ഫുള്ള് പാലും അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അരവിന്ദ് കട്ടിലിരിക്കുകയാണ്. എന്നിട്ട് ശ്രേയ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാണത്തോടു കൂടി ശ്രേയ നിൽക്കുമ്പോൾ എന്താ മേഡം അവിടെ ദൂരെ നിൽക്കുന്നത്, എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയട്ടോ. അപ്പോൾ ശ്രേയ മടിയോടുകൂടി അരവിന്ദിൻ്റെ ആ കട്ടിലിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ് എന്തിനാ മേഡം ഇത്ര അകൽച്ച, എൻ്റെ അടുത്തേക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ ശ്രേയ മടിയോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അരവിന്ദ് എന്താ മേഡത്തിന് എൻ്റെ അടുത്തേക്ക് വരാൻ നാണമാണോ, എങ്കിൽ മേഡത്തിൻ്റെ അടുത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് നീങ്ങി അരവിന്ദ് ശ്രേയയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രേയയെ തൊടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും അരവിന്ദിന് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ അരവിന്ദ് വായയും പൊത്തി നേരെ ബാത്റൂമിലേക്ക് അങ്ങ് ഓടിപ്പോവാട്ടോ. അപ്പോൾ ശ്രേയ അത് കാണുമ്പോൾ നല്ല സന്തോഷിക്കുകയാണ്, പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് അരവിന്ദ് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മേഡം എന്ന് പറയണ. അങ്ങനെ അരവിന്ദ് ഛർദ്ദിക്കലൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ശ്രേയയുടെ അടുത്തേക്ക് വരികയാണ്. മേഡം സോറി കേട്ടോ, എന്താണെന്നറിയില്ല പെട്ടെന്നൊരു ഛർദ്ദി വന്നു, അതെന്താ മേഡം, എന്താ ഇപ്പോൾ ഭേദമുണ്ടോ, വെള്ളം എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട മേഡം, അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ ഛർദ്ദിയൊക്കെ മാറി എന്ന് പറഞ്ഞ് ശ്രേയയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അരവിന്ദ് കൈ ഉയർത്തിയതോടുകൂടി വീണ്ടും അരവിന്ദിന് ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ വീണ്ടും അരവിന്ദ് ബാത്റൂമിലേക്ക് ഓടിപ്പോവാട്ടോ. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എന്ത് കരുതിയടാ എന്നെക്കുറിച്ച്, നിനക്ക് ഇപ്പോൾ ആദ്യ രാത്രി ആഘോഷിക്കണമല്ലേ, നിനക്ക് ആദ്യ രാത്രി ഇന്ന് നടന്നത് തന്നെ. അങ്ങനെ അരവിന്ദ് ഛർദ്ദിച്ച് ഒരു പരുവമാവുകയാണ്. അപ്പോൾ ശ്രേയ അഭിനയിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്തു പറ്റി അരവിന്ദ് എന്ന് ചോദിക്കുമ്പോൾ അത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത് പറ്റിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതോടുകൂടി അരവിന്ദ് തലയും ചുറ്റി താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്ത് കരുതിയടാ നീ, നിനക്കിന്ന് ആദ്യ രാത്രി ആഘോഷിക്കണമല്ലേ, ഈ ശ്രേയയുടെ അടുത്ത് നിൻ്റെ ഒരു വേലത്തരവും നടക്കില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ശ്രേയ അരവിന്ദ് ബോധം കെട്ടതോടുകൂടി പുറത്തേക്ക് അങ്ങ് ഓടിച്ചെന്നിട്ട് ഉറക്കെ വിളിക്കുകയാണ്. അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി
റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.